നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ ആവശ്യമുള്ള കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകിന് പകരം കാന്താരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു ഇടത്തരം സവാള നമ്മൾ കനം കുറച്ച് അരിഞ്ഞേക്കുന്നതാണ് കേട്ടോ, തീർത്ത് സ്ലൈസായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഒരു തക്കാളിക്കയുടെ പകുതി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഫിഷ് മസാല നന്നായിട്ടൊന്ന് പച്ചമണം മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഇടത്തരം കുടംപുളി ചൂടുവെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചാറൊന്ന് കുറുകി വരണം വരെ ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെറിയ മത്തിയാണ് ഏറ്റവും നല്ല കേട്ടോ. ഏറ്റവും കൂടുതലും കിട്ടുന്നത് ചെറിയ മത്തിയാണ്. നമുക്കിവിടെ ഇപ്പം 2 കിലോയ്ക്ക് 100 രൂപയുള്ളത്. ഈ സമയത്ത് അച്ചാറിടാൻ പറ്റിയ ഒരു സമയമാണിത്. അതിൽ ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ മത്തി വറ്റിച്ച ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.